നോമ്പ് പിടിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ലാതെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടക്കുവാണ്. ചുമ്മാ ഇങ്ങനെ വെറുതെ സമയം കളയണം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റംസും കാര്യങ്ങളും പഴയ ഫോണും അതൊക്കെ ഇങ്ങനെ ചുമ്മാ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതെൻ്റെ സെക്കൻഡറി ഫോണാണ്. എന്താ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കെന്നെ അറിയത്തില്ല. പിന്നെ ഞാൻ ദേ എൻ്റെ ചുമ്മാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റംസ് ഒക്കെ ചുമ്മാ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടൊക്കെ വെറുതെ സമയം കളയുകയാണ്. അതിനുശേഷം ഞാൻ എപ്പോഴും നോക്കുന്നത് എൻ്റെ വാച്ച് കളക്ഷൻസ്. എപ്പോഴും ഞാൻ എടുത്തിങ്ങനെ നിരത്തി വെച്ച് കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കും. ഇതിൽ ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്ന വാച്ചസാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന വാച്ചസ്. അല്ലാത്ത വാച്ചസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ചില വാച്ചസ് ഞാൻ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാറില്ല. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ എടുത്തെടുത്ത് കാണിക്കുന്ന വാച്ചസ് മാത്രമാണ് ഞാൻ മിക്കവാറും യൂസ് ചെയ്യാറുള്ളത്. ചെയിൻ വാച്ച് ആണെങ്കിലും നോർമൽ ആണെങ്കിലും. സോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ്. എനിക്ക് ഭയങ്കര രസമാണ് ഇങ്ങനെ വാച്ചൊക്കെ എടുത്ത് ഇങ്ങനെ നിരത്തിയൊക്കെ വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും. ആൻഡ് ഇതിങ്ങനെ നിരത്തി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഒരു രസം എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, ആൻഡ് ഇങ്ങനെ ഇരിക്കുന്ന ഭയങ്കര രസമല്ലേ. സോ ആൻഡ് ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഹോണറിൻ്റെ നെക്ക് ബാൻഡാണ്. സോ എന്തെങ്കിലുമൊക്കെ ആട്ടെ എന്ന് പറഞ്ഞ് എല്ലായിടത്തും അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ടേബിളിൻ്റെ താഴെ അറേഞ്ച് ചെയ്തേക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. സോ അവിടുന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ ചുമ്മാ തുറന്ന് നോക്കിയതാണ്. അതിനകത്ത് ഞാനൊരു വയർലെസ് മൈക്രോഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ അന്നെങ്ങാണ്ട് വാങ്ങിച്ചതാണ്, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആട്ടെ എന്ന് പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും അമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ് നേരെ കാർ എടുത്ത് ഇറക്കിയപ്പോഴാണ് ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചത്. ബമ്പർ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി തട്ടിയതാണ്. അത് സ്ക്രൂവും വിട്ടുപോയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് വിട്ടു. സോ നേരെ ഉമ്മച്ചിനെ കയറി DRCയിൽ കയറിയിട്ടുണ്ടായിരുന്നു. സോ അവിടുന്ന് നേരെ വിട്ടടിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് അറൗണ്ട് ഒരു കിലോമീറ്റർ തികച്ചേ നമ്മുടെ പരമല ഹോസ്പിറ്റലിലേക്കുള്ളൂ. സോ നേരെ ഞാൻ അവരെ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിപ്പിച്ച് കയറ്റി. എന്നെ അവിടുന്ന് അവരെ ഇറക്കി നേരെ എൻ്റെ പാർക്കിങ്ങിൽ വന്നപ്പോൾ ഒരു ഇഞ്ച് സ്ഥലമില്ല. പിന്നെ ഒരു കാർ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഒരു സ്പേസ് കണ്ടു. അങ്ങോട്ട് കയറ്റാമെന്ന് വിചാരിച്ചു പോയപ്പോൾ ദേ കിടക്കുന്നു നമ്മുടെ ഈ ക്ലാസ്. അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ കാർ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നോക്കിയത്. അപ്പോഴേക്കും ആ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തായിരുന്നു. കാർ പാർക്ക് ചെയ്തിട്ട് ദൂരെ നിന്ന് പോയി നോക്കാൻ നല്ല രസമാണ്. എന്തെങ്കിലുമൊക്കെ ആട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് കയറി വന്നു. അവർ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ആൻഡ് ഡോക്ടറിനെ കണ്ടു. അവിടുന്ന് മെഡിസിൻ വാങ്ങാൻ വേണ്ടി ഫാർമസിയിൽ വന്നേക്കുവാണ്. എല്ലാം കഴിഞ്ഞാണ്ട് അമ്മ പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. എന്താ ഉദ്ദേശിച്ചത് എനിക്കൊരു പിടുത്തമില്ല. അങ്ങനെ ദേ കോഫി ഷോപ്പിൽ വന്നു. സോ ഇവിടെ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും നോമ്പാണ്. സോ നോമ്പ് കുറിക്കാനുള്ള എന്തെങ്കിലും ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരെ അവിടെ നിർത്തി ഞാൻ നേരെ കാർ എടുക്കാൻ പാർക്കിങ്ങിൽ പോയി. ഞാൻ കാർ എടുത്ത് തിരിച്ച് നേരെ വന്നു. അവരെയും കയറ്റി നേരെ വിട്ടിടിച്ച് പോവാണ്. സോ പോകുന്ന വഴിക്ക് ഉച്ചയ്ക്ക് സ്പെക്സ് വാങ്ങണം എന്ന് പറഞ്ഞു. അത് വാങ്ങാൻ വേണ്ടി നിർത്തിയപ്പോഴേക്കും ദേ ഫ്രണ്ടിൽ ബസ്സും വന്ന് ബ്ലോക്കായി. അങ്ങനെയൊക്കെ അവിടുന്ന് കുത്തിച്ചാലി ഇറക്കി നേരെ പമ്പിൽ പോയി ഡീസൽ അടിച്ച് നേരെ ഫുഡ് വാങ്ങാൻ വേണ്ടി പോയി. നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഫുഡാണ് വാങ്ങാൻ വേണ്ടി പോയത്. സോ അതിനുശേഷം നേരെ നമ്മൾ തിരിച്ച് അവരെ പിക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി.